ചോറ് മാറ്റി ഓട്സ് ആക്കുന്നതല്ല ഡയറ്റ് എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നിങ്ങൾക്ക് ചോറ് കഴിച്ചാലും നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ പറ്റും എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. അതിന് ധാരാളം ആളുകൾ കമൻറ്റുകളായിട്ട് വന്നു. അതായത് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കൂടും, ഞാൻ ചോറ് ഒഴിവാക്കി 10 കിലോ കുറച്ച ആളാണ്, ഞാൻ ചോറ് ഒഴിവാക്കി 1 മാസം കൊണ്ട് 25 കിലോ കുറച്ചിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിരുന്നു. നിങ്ങൾ ചോറ് ഒഴിവാക്കി 1 മാസമോ 2 മാസമോ ഒക്കെ മുന്നോട്ട് പോയാലും മധുരം ഒഴിവാക്കിയാലും നിങ്ങളൊരു 4-5 കിലോ, ഒരു 6-7 കിലോ ഒക്കെ നിങ്ങൾ കുറയും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞ വീഡിയോയിലും പറയുന്ന കാര്യം, നിങ്ങൾക്കിതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് 10 ദിവസം കൊണ്ട് 5 കിലോ കുറച്ചു, 15 ദിവസം കൊണ്ട് 25 കിലോ കുറച്ചു. ഈ 10 ദിവസം കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഇതാണ് നമുക്കറിയേണ്ടത്. അതായത് നമ്മൾ വണ്ണം കുറയ്ക്കുന്നത് താൽക്കാലികമായിട്ടായിരിക്കരുത്. വണ്ണം കുറയ്ക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അതായത് ഞാൻ വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാകുമെന്നും ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മുടെ സാധാരണ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ എങ്ങനെ കഴിക്കണം എന്നാണ് പഠിക്കേണ്ടത്. അതല്ലാതെ തൽക്കാലം വെയിറ്റ് കുറയാൻ നിങ്ങൾ ചോറ് ഒഴിവാക്കിയാലും 10 ദിവസം മധുരം ഒഴിവാക്കിയാലും 10 ദിവസം ഭക്ഷണം വേണ്ടെന്ന് വെച്ചാലും ചിലപ്പോൾ നിങ്ങളൊരു 4-5 കിലോ ഒക്കെ കുറയും. പക്ഷെ അതല്ല വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയാക്കിക്കൊണ്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ ഹെൽത്തി ആയിട്ട് എൻ്റെ ബ്ലഡ് പാരാമീറ്റേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെ, എനിക്ക് ഡയബറ്റീസ് ഇല്ലാതെ, ഫാറ്റി ലിവർ ഇല്ലാതെ, എൻ്റെ ലിപ്പിഡ് പ്രൊഫൈൽസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട്, എൻ്റെ തൈറോയിഡൊക്കെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിൽ എൻ്റെ വെയിറ്റ് കുറച്ച് നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ജീവിതകാലം മുഴുവൻ ഈ പറഞ്ഞ ചോറ് ഒഴിവാക്കിയിട്ടും നമ്മുടെ സാധാരണ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ടും മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അത് ഭൂരിഭാഗം പേർക്കും സാധിക്കാറില്ല. അതുകൊണ്ടാണ് പലരും പറയുക, ഞാൻ ഡയറ്റ് നോക്കിയപ്പോൾ 10 കിലോ കുറച്ചു, ഡയറ്റ് നിർത്തിയപ്പോൾ ഞാൻ 15 കിലോ കൂടി, ഞാൻ എക്സസൈസ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ 10 കിലോ കുറച്ചു, ഞാൻ എക്സസൈസ് നിർത്തിയപ്പോൾ 15 കിലോ കൂടി എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നോർമൽ വീട്ടിൽ വെക്കുന്ന ഭക്ഷണങ്ങൾ, അത് ചോറ് ഉൾപ്പെടെ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് കഴിക്കാൻ പഠിക്കണം. ഒരു 10-15 കിലോ കൂടുതൽ എൻ്റെ ശരീരത്തിൽ ഭാരം കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് ആ ഭാഗങ്ങൾ ശരിയാവുന്ന തരത്തിൽ നമുക്ക് ചോറുണ്ണാൻ പഠിക്കണം. അതേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഏത് ഡയറ്റ് ചെയ്താലും നിങ്ങളൊരു 10-15 കിലോ ഒക്കെ ചിലപ്പോൾ കുറയാം. പക്ഷെ എത്ര നാളാണ് നിങ്ങളിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭക്ഷണങ്ങൾ എങ്ങനെ കഴിക്കാം എന്നുള്ളത് പഠിക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങി നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പഠിച്ചാൽ ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും ഏത് രോഗാവസ്ഥയിലും നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമ്മുടെ ശരീരം. അതിനെ കോംപ്ലിക്കേഷൻ ആക്കരുത്. എല്ലാവരും പറഞ്ഞു